എല്ലാ കണ്ണുകളും അടച്ച് വേദനിക്കുന്ന മനുഷ്യരുണ്ട്. വേദന കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അത് മറക്കും. കഷ്ടപ്പെട്ടാലും എന്നാ മെച്ചപ്പെട്ടോളും, മെച്ചപ്പെട്ടു വരും. പ്രാർത്ഥിച്ചേ. കണ്ണിന് ഇഷ്ടമുള്ള ഒന്നിനെ അല്ല. ഒരാള് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ ഒരു വീട് മേടിക്കാൻ പ്ലാൻ ചെയ്തു. ഒരു വീട്, ആ വീടിന് നല്ല പൈസയുണ്ട്. പക്ഷെ ഒരു 10-28 ലക്ഷം രൂപയ്ക്ക് ആ വീട് കിട്ടും. പക്ഷെ നോക്കിയവർ പറഞ്ഞു അതൊരു 50 ലക്ഷം രൂപയുടെ വീടുണ്ടെന്ന്. വീടൊക്കെ ഭയങ്കരമാണ്, പക്ഷെ അവർ 28 ലക്ഷം ചോദിക്കുന്നുള്ളൂ. ആ വീടിന് മേടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേർ അഭിപ്രായം പറഞ്ഞു, ആ വീടിന്റെ പണി ശരിയല്ല, ആ വീടിന്റെ അടിത്തറ പോക്കാണ്, അത് ഇടിഞ്ഞു വീഴും. അവരുടനെ ഓടി പ്രാർത്ഥിക്കാനായി തീരുമാനിച്ചു. കർത്താവേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നാട്ടുകാർ പണിയുന്നത് അത് ശരിയായ പണിയല്ല, ആ വീടിന് മുഴുവൻ പൊട്ടാൻ അടിസ്ഥാനം ശരിയല്ല, അത് വിണ്ട് കീറി പോകും, അത് പൊളിഞ്ഞു പോകും, അതങ്ങനെയാണ്, ആ വീട്ടിലും താമസിക്കാൻ കൊള്ളുന്ന വീടല്ല, അതുകൊണ്ടല്ലേ അത് ഒരു കൊടുക്കുന്നത്. അല്ലെങ്കിൽ 50 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വീട് ആരെങ്കിലും 28 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുമോ? എന്തോ ദോഷമുണ്ട്. എല്ലാവരും പറഞ്ഞു പ്രശ്നമുണ്ടെന്ന്. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് ചുവടുവെച്ചപ്പോൾ ആ വീട് അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറി. നാട്ടുകാർ പറയും, അവര് പറയും, ഇവര് പറയും, അപ്പുറത്തോര് പറയും. ഇന്നുവരെ അഭിപ്രായം പറയാത്തവൻ അഭിപ്രായം കൊണ്ട് മൂടും നമ്മളെ. എന്തോ ഒരു അഭിപ്രായമാ. ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ് അഭിപ്രായം. എവിടുന്നൊക്കെ അഭിപ്രായം കേട്ടല്ല കുഞ്ഞ് തീരുമാനം എടുക്കേണ്ടത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ചിലർ പറയും അയാൾ പ്രാർത്ഥനക്കാരനല്ലേ, ആ ചേച്ചി കൗൺസിലിങ്ങിന് പോകുന്നയാളാ, അതുകൊണ്ട് അങ്ങനെ നമുക്ക് എടുക്കാം. അങ്ങനെയല്ല തീരുമാനം എടുക്കേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവഹിത പ്രകാരം ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അത് ശ്രേഷ്ഠമായത് നിന്നിൽ കൊണ്ടുവരത്തുള്ളൂ. ശ്രേഷ്ഠമായത് ഒന്ന് മനസ്സിൽ പറഞ്ഞ്, ശ്രേഷ്ഠമായത്. എല്ലാ കരങ്ങളും ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്. തെറ്റായ തീരുമാനം കൊണ്ട് ആരും തകരരുത്. തെറ്റായ തീരുമാനം കൊണ്ട് ആരുടെയും ജീവിതം കൈക്കരുത്. തെറ്റായ തീരുമാനമെടുത്ത് ആരെയും അന്ധമായി വിശ്വസിക്കല്. ദൈവഹിത പ്രകാരമുള്ളത് ജീവിതത്തെ സംഭവിക്കാനൊന്ന് ആഗ്രഹിച്ച് ശ്രേഷ്ഠമായത് നിന്നെ തേടുന്നു. ശ്രേഷ്ഠമായത് നിന്റെ ഭവനത്തിൽ ഉണ്ടായി വരണം. ശ്രേഷ്ഠമായൊരു ഭാവി നിനക്ക് വരണം. 2 കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവഹിത പ്രകാരം സാമുവേൽ പ്രവർത്തിച്ചപ്പോൾ അവിടെ ശ്രേഷ്ഠമായതുണ്ടായി. തെറ്റായ തീരുമാനമെടുക്കാൻ ദൈവം സമ്മതിച്ചില്ല. കണ്ണിന് ഇഷ്ടപ്പെട്ടതല്ല തീരുമാനം എടുക്കേണ്ടത്. കണ്ണിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവമേ, ദൈവഹിതമാണോ? ദൈവത്തിന്റെ ഇഷ്ടമാണോ? അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം തന്നെ കൈപിടിച്ച് നിന്നെ മുന്നോട്ട് നയിക്കും. അല്ലെങ്കിൽ ദൈവം തന്നെ അത് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളയാൻ തുടങ്ങും.